ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാഗി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിംഗ് റെസിപ്പി. ഇത് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തത്, 1 പാക്കറ്റ് പാല്, സ്ട്രോബെറി മിക്സും ബട്ടർ സ്കോച്ച് മിക്സും. ഇത് നിങ്ങളുടെ അടുത്തുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. ഇനി 1 പാക്കറ്റ് മാഗി, 1/2 കപ്പ് പഞ്ചസാര. ഇനി മാഗി വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ബട്ടർ സ്കോച്ച് എസൻസ് ഒരു 3-4 ഡ്രോപ്സ് ഒഴിക്കാം. ഇതിലേക്ക് മാഗി പീസാക്കി ഇടുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് അത് വേവാൻ വേണ്ടി വെക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിൽ പാലൊഴിച്ചിട്ട് അതിലേക്ക് ചൈന ഗ്രാസ് സോക്ക് ചെയ്തതും പഞ്ചസാരയും സ്ട്രോബെറി എസൻസും കൂടി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് അതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കുക. നമ്മുടെ മാഗി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്ക് അരിച്ചെടുക്കാം. ഇനി അതിന് മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് മാഗി പറ്റി പിടിക്കാതെ വിട്ട് വരും. നമ്മുടെ പാലിൻ്റെ മിക്സിലേക്ക് വാനില എസൻസും കൂടി ഒഴിക്കണം. ഞാനത് ഒഴിക്കാൻ വിട്ടുപോയതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചൈന ഗ്രാസൊക്കെ നന്നായി മെൽറ്റ് ആകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി പുഡിംഗ് സെറ്റാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ബേക്കിംഗ് പാനിലാണ് ഇത് സെറ്റാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് മാഗി ഇട്ടിട്ടൊന്ന് ലെവലാക്കി വെക്കാം. ഇനി അതിലേക്ക് പാലും ചൈന ഗ്രാസും ഇട്ട മിക്സ് ഒഴിക്കാം. ഇതൊന്ന് ചൂടാറാവുന്ന വരെ പുറത്ത് വെച്ചിട്ട് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറൊക്കെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ എൻ്റെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് സൈഡൊക്കെ ഒന്ന് വിടുവിക്കാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് എൻ്റെ ഇവിടെ വേറൊരു പാത്രത്തേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ഷുഗർ ബോൾസ് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അത് ചെയ്യുക. ഇപ്പം ഞാനിങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.